ഇത് ഇടുക്കി കമ്പളികണ്ടത്തിനും മുരിക്കാശ്ശേരിക്കും ഇവിടെയൊക്കെയുള്ള ചെറിയൊരു ഗ്രാമമാണ് ചിന്നാർ എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ഈ ചിന്നാർ ഗ്രാമത്തിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ ഡാം കാണാൻ പറ്റും. അപ്പോൾ ഇടുക്കിയിൽ എത്തുന്നവർക്കൊക്കെ ഒരു കിടിലൻ ഡെസ്റ്റിനേഷൻ കൂടിയാണ് ഈ ഒരു ഡാം. അപ്പോൾ ഈ ഒരു ഡാമിന്റെ ജലാശയം ക്രോസ് ചെയ്താണ് നമ്മൾ മുരിക്കാശ്ശേരിയിലേക്ക് കടന്നു പോകുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് ഇതിന് കഴിഞ്ഞ ദിവസത്തെ വെള്ളം ഇങ്ങനെ കയറി കിടക്കുന്ന കാഴ്ചയാണ്. ശക്തമായ മഴയാണ്. നമ്മുടെ നെടുങ്കണ്ടം കല്ലാർ ഡാം തുറന്നു വിട്ടാൽ ആ ഒരു ജലം ഒഴുകി വരുന്നത് ഇതുവഴിയാണ്. അതുപോലെ തന്നെ എരട്ടയാർ ഡാം തുറന്നു വിട്ടാലും ഈ ചിന്നാർ പുഴയ്ക്കിടെയാണ് ഒഴുകി വരുന്നത്. അങ്ങനെ നമ്മളിത് ഇപ്പോൾ നിലവിൽ ചിന്നാറിലേക്ക് വീണ്ടും എത്തിയിട്ടുണ്ട്. ഈ ചിന്നാർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് മങ്കുവ, ഇതിനു മുമ്പ് ഒരിക്കൽ നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളായിരുന്നു. മങ്കുവ വഴി പനംകുട്ടിയിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അതുപോലെ തന്നെ കമ്പളികണ്ടം വഴി നമ്മൾ അടിമാലിയിലേക്ക് പോകാൻ പറ്റും. മുരിക്കാശ്ശേരി വഴി കട്ടപ്പനയ്ക്കും പോകാൻ പറ്റും കേട്ടോ. അപ്പോൾ അതാണ് ചിന്നാർ ഗ്രാമത്തിന്റെ പ്രത്യേകത. അങ്ങനെ നമ്മളിപ്പോൾ ശരിക്കും ഈ ഡാമിന്റെ അടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഡാമിന്റെ അവിടെ നിന്ന് താഴേക്ക് ഒഴുകി പോകുന്ന ആ ഒരു ജലാശയത്തിന്റെ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഇത് നെടുങ്കണ്ടം കല്ലാറിൽ നിന്ന് തുറന്നു വിട്ട വെള്ളവും അതുപോലെ തന്നെ നമ്മുടെ എരട്ടയാർ ഡാമിന്റെ ശേഷമുള്ള വെള്ളവുമാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. ഇതിപ്പോൾ നമ്മൾ കാണാൻ വന്ന ചിന്നാർ ഡാം കഴിഞ്ഞ് നേരെ ആറടിക്കെട്ട് എന്ന് പറയുന്ന സ്ഥലം കൂടി താഴേക്ക് അങ്ങനെ ഒഴുകി പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഈ വെള്ളം ഇങ്ങനെ ഒഴുകി ചേരുന്നത് നമ്മുടെ പെരിയാറുമായിട്ടാണ്. അതായത് ഇടുക്കി ഡാമിന്റെ താഴെ നിന്ന് വരുന്ന പെരിയാറുമായിട്ട് കീരിത്തോട്ടിന് താഴെ പകുതിപ്പാല എന്ന് പറയുന്ന മനോഹരമായിരിക്കുന്ന ഒരു സ്ഥലത്ത് വെച്ച് ഇത് സംഗമിക്കും. അപ്പം അതിന്റെ ഒരു കാഴ്ചകൾ ഞാൻ നിങ്ങളെ പുറകെ കാണിക്കാം കേട്ടോ. അപ്പം ഇതിങ്ങനെ ഒഴുകി പോകുന്ന ആ ഒരു നദിയുടെ രണ്ട് സൈഡിലുള്ള മല എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. എൻ്റെ പോലെ അതിൻ്റെ ഇടയ്ക്കൂടെ ആ വെള്ളം ഒഴുകുന്നത് നമുക്ക് ആ മലയുടെ ടോപ്പിൽ നിന്നാൽ പോലും കാണത്തില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ചിന്നാർ ഡാം. ഈ ഡാമിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഏകദേശം ഒരു 6 വർഷം കൊണ്ട് പണിത് പൂർത്തിയാക്കിയിരിക്കുന്ന ഡാമാണ്. പക്ഷേ ഇതിന്റെ പ്രവർത്തനം, വൈദ്യുത ഉൽപാദനം ഇതുവരെയും തുടങ്ങിയിട്ടില്ല. ഈ കാണുന്ന മല കുറുകെ ടണലടിച്ചിട്ടാണ് ഇതിന്റെ ഓപ്പോസിറ്റുള്ള പനംകുട്ടിയിലാണ് ഇതിന്റെ പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ഏകദേശം തീർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പൈപ്പ് ലൈന് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുമില്ല കേട്ടോ. അപ്പോൾ ഈ ചിന്നാർ ഡാം ഇന്ന് ടൂറിസ്റ്റുകളുടെ ഒരു ഇഷ്ട കേന്ദ്രമാണ്. ഒരുപാട് ആളുകളാണ് ഇവിടെ വന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ എത്തിച്ചേരുകയും ഇവിടെ ദിനം പ്രതി കാഴ്ചക്കാരുടെ എണ്ണം കൂടി വരികയും ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ചെറിയൊരു ഡാം ആയതുകൊണ്ട് തന്നെ ഈ ഡാമിന് ഷട്ടറുകളില്ല. പകരം ഇത് ഓവർഫ്ലോ സിസ്റ്റത്തിലാണ് ഈ ഡാമിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. ഒരു ഇൻടേക്ക് ഷട്ടറും അതുപോലെ തന്നെ ഒരു വെർട്ടിക്കൽ ഷട്ടറും ഈ ചിന്നാർ ഡാമിന് ഉണ്ട്. ഈ കാണുന്നതാണ് ഈ ഡാമിന്റെ ഇൻടേക്ക് ഗേറ്റ് കേട്ടോ. അതായത് നമ്മുടെ ടണലിലേക്ക് വെള്ളം കയറി പോകുന്ന സ്ഥലം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 4 കിലോമീറ്റർ അടുത്തുകൊണ്ടാണ് ഈ ഒരു കാണുന്ന മല ഫുള്ള് ഒറ്റ മല തുറന്നാണ് ഇതിന്റെ ഓപ്പോസിറ്റ് പവർ ഹൗസ് പണിതുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും ഇവിടെ നിന്ന് നോക്കുന്ന കാഴ്ചകൾ അതിമനോഹരം തന്നെയാണ്. മഴക്കാലം ആയതുകൊണ്ട് വെള്ളമൊക്കെ കലങ്ങി കിടക്കുകയാണ്. താഴെ കാണുന്ന പാലത്തോടെയായിരുന്നു ഒരു കാലഘട്ടത്തിൽ അക്കരെ ഇക്കരെ ആളുകൾ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരുപാട് കാഴ്ചകൾ ഇങ്ങനെ കണ്ട് ആസ്വദിക്കാൻ പറ്റും. ഏകദേശം 24 വാട്ട് വൈദ്യുത ഉൽപാദനമാണ് ഈ ഡാമിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. ചെറുകിട വൈദ്യുത പദ്ധതിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയായിട്ടും പവർ ഹൗസിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതാണ്ട് പൂർത്തീകരണത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഉദ്ഘാടനമോ വൈദ്യുത ഉൽപാദനമോ നിലവിൽ നടന്നിട്ടില്ല. ഈ ഡാമിന്റെ ടണൽ നിർമ്മാണം ശരിക്കും KSE ബോർഡിന്റെ ഒരു പൊൻതുബലാണ്. വെറും 628 ദിവസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കി ഒരു മല മുഴുവൻ തുറന്ന് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ വെള്ളം എത്തിക്കുവാനുള്ള എല്ലാ ക്രമീകരണങ്ങളും അങ്ങനെ ചെയ്തു. പക്ഷേ അവിടെ നിന്ന് കുത്തനെയുള്ള മല ഇറങ്ങി പൈപ്പ് ലൈനിന്റെയും മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളും താമസിക്കുന്നതുകൊണ്ടാണ് ഇതിന്റെ വൈദ്യുത ഉൽപാദനം തുടങ്ങാത്തത്. അത് ചെറിയ റിസ്ക് ആയിട്ടുള്ള ഏരിയ തന്നെയാണ്. അതിന്റെ ഒരു വീഡിയോ ഞാൻ അല്ലാതെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം കേട്ടോ. അടിമാലിയിൽ നിന്ന് കല്ലാറുകുട്ടി കൂടി ഇടുക്കിയിലേക്കുള്ള യാത്ര മധ്യേ നിങ്ങൾക്ക് ഈ ഒരു പവർ ഹൗസിന്റെ നിർമ്മാണങ്ങൾ നടക്കുന്നത് കാണാൻ വേണ്ടി സാധിക്കും. പവർ ഹൗസിന്റെയും വാൽവ് ഹൗസിന്റെയും ഒക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകദേശം പൂർത്തിയായെങ്കിലും കുത്തനെയുള്ള മലഞ്ചെരുവുകൾ കൂടി വലിയ പെൻസ്റ്റോക്ക് പൈപ്പുകൾ ഇറക്കുക എന്നത് ദുർഘടം പിടിച്ച ഒരു പണി തന്നെയാണ്. അതുകൊണ്ടാണ് ഇതിന്റെ പൂർത്തീകരണത്തിലേക്ക് ഇതുവരെ എത്താത്തത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി പവർ ഹൗസിൽ നിന്ന് വൈദ്യുത ഉൽപാദനം തുടങ്ങിയാൽ കേരളത്തിന്റെ വൈദ്യുതി ക്ഷാമത്തിന് ഒരു പരിഹാരമാകും. ഏകദേശം 24 മെഗാവാട്ട് വൈദ്യുതിയാണ് ഇവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ പോകുന്നത്. അടുത്ത ഇടുക്കിയിലേക്കുള്ള യാത്രയിൽ ഇവിടെ എത്തിച്ചേരാൻ വേണ്ടി മറക്കണ്ട കൂട്ടുകാരെ.